ഹായ് ഓൾ, വെഡിങ് ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞ് അളിയൻ ഇന്ന് തിരിച്ചു പോവുകയാണ്. 6:30 എയർപോർട്ടിലെത്തണം. അതിന് ഇവിടുന്ന് ഒരു 4:30 ആകുമ്പോഴത്തേക്ക് പുറപ്പെടണം. മൂത്തളിയനെ കൊണ്ടുവിടാനായിട്ട് ഇവിടുന്ന് കുഞ്ഞളിയനാണ് പോകുന്നത്. ആ ഗ്യാപ്പിൽ ഞാനും കൂടെ വണ്ടിയിൽ കയറി ഇരിക്കാന്ന് കരുതി. ഒരു ട്രിപ്പ് ആവുമല്ലോ. ചായയൊക്കെ പെട്ടെന്ന് ഇട്ടു, കുക്കുനുള്ള പാലും എടുത്തു. കഴിഞ്ഞ ദിവസം കാണിച്ച ആ ബ്ലാക്ക് കാർഗോ പാൻസ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ച് അതിന്റെ തന്നെ ഒലിവ് ഗ്രീൻ ആണിത്. പക്ഷെ ഒരു പറ്റി സൈഡ് പോക്കറ്റ്സ് ഇല്ല, മേളില് താഴത്തുണ്ട്. ഞാൻ ചൂസ് ചെയ്യുന്നത് സൈസ് 30 ആണ്. ഇതിന് മീതെ എലാസ്റ്റിക് ആണ്, അവിടെ തന്നെ ഒരു വള്ളിയുണ്ട്, വേണമെങ്കിൽ കെട്ടാം. അന്ന് എനിക്ക് ഈ പാൻറ് ഇങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ട് കാണിക്കാനുള്ള സമയം കിട്ടിയില്ല. ഞാൻ 3:30 സ്കൂളിൽ നിന്ന് എത്തിയപ്പോൾ അപ്പോഴാണ് എനിക്ക് മുന്നിൽ ഈ ഓഫർ വന്നത്. അങ്ങനെ ഇവിടുന്ന് നേരെ പുലിച്ചിറയിൽ ചെന്ന് ചേട്ടനെ എടുത്തു. ചേച്ചി ഓഫീസിൽ നിന്ന് വന്ന് എത്തിയിട്ടേ ഉള്ളൂ. ഞാൻ ബാക്ക് സീറ്റിലിരുന്ന് നല്ല രീതിക്ക് ഒരു ഉറക്കമൊക്കെ അങ്ങ് ഉറങ്ങി. അളിയനും ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ്. ടാങ്ക് ഫില്ല് ചെയ്തുകൊണ്ടാണോ എന്നറിയത്തില്ല, ഒരു ബോട്ടിൽ വെള്ളമൊക്കെ പമ്പെന്ന് കെട്ടി. അങ്ങനെ അളിയനെ സമയത്ത് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത് കണ്ട ആദ്യത്തെ ചായക്കടയിൽ നിർത്തി ചായ കുടിച്ചു. ചായയുടെ കൂടെ പാൽബന്ന് തിന്നാൽ ചായക്ക് മധുരം തോന്നത്തില്ല. അതുകൊണ്ട് ഞാൻ ഉള്ളിവട കഴിച്ച് ചായ കുടിച്ചിട്ട് പിന്നീടാണ് ആ പാൽബന്ന് തിന്നത്. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ ഈ മാസത്തെ പ്രൊവിഷനൊക്കെ ഇവിടുത്തെ ലുലുന്ന് എടുക്കാമെന്ന് കരുതി വണ്ടി നേരെ ലുലുവിലേക്ക്. സീരിയൽസും പൾസസും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ മേടിച്ചു. മീറ്റ് മാത്രം അവിടെ നിന്ന് മേടിച്ചില്ല. നമ്മുടെ ഇവിടെ ഫ്രഷ് മീനൊക്കെ കിട്ടി തുടങ്ങുന്ന ടൈമാണ്, അപ്പം നമ്മൾ അവിടെ നിന്ന് മേടിക്കേണ്ട കാര്യമില്ലല്ലോ. ബില്ല് കണ്ടപ്പോൾ അലനൊന്ന് ഞെട്ടി, എന്നാലും പേ ചെയ്തു. അതിനൊരു കാരണമുണ്ട്. ഈ സാധനങ്ങൾക്കൊക്കെ അടിയിൽ എനിക്കിഷ്ടപ്പെട്ട 2-3 സെറാമിക് പ്ലേറ്റ്സും ടേബിൾ മാറ്റ്സും ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ അലൻ കാണാതെ കാറിൻ്റെ അകത്താക്കാനായിട്ട് വാഷ്റൂമിൽ പോകണമെങ്കിൽ പോയിട്ട് വാ, ഞാൻ ഇതൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചോളാമെന്നും പറഞ്ഞ് അങ്ങനെ അങ്ങ് പറഞ്ഞു വിട്ടു. സെറാമിക് പ്ലേറ്റ്സും ടേബിൾ മാറ്റ്സും പിന്നെ അങ്ങനത്തെ അൽക്കുലത്തെ ഐറ്റംസ് എല്ലാം നേരെ താഴെ അങ്ങോട്ടാക്കിയിട്ട് മേലെ പ്രൊവിഷൻ ഐറ്റംസ് എല്ലാം കൂടെ അടുക്കി പെറുക്കി വെച്ചു. നമ്മുടെ മുടവങ്ങളിലായിരുന്നെങ്കിൽ 2000 രൂപയ്ക്കുള്ളിൽ തീരേണ്ട സംഭവം ഉണ്ടായിരുന്നുള്ളൂ ഇത്. കിച്ചൺ ഐറ്റംസും ഹോം ഡെക്കർ പീസസും ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ആക്രാന്തമാണ്. എന്നെ ഒരിക്കലും ഇവിടേക്ക് കൊണ്ടുവരരുതായിരുന്നു. പോക്കറ്റിലിട്ടത് ഒമാർക്ക് മേടിച്ച 2 ടിക്ടാക്ക് ആണ്. 3 കിലോയുടെ അരിയാണെന്ന് ഉദ്ദേശിച്ചെടുത്ത സാധനം 5 കിലോയുടേതാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. 3 കിലോയുടെ ചാക്ക് പൊങ്ങുന്നതിനേക്കാളും ബുദ്ധിമുട്ടായിരുന്നു അതൊന്ന് പൊക്കിയെടുക്കാനായിട്ട്. 2 ചായ കുടിച്ചാലും വരാനുള്ളതൊന്നും വഴിയിൽ തങ്ങില്ല എന്നല്ലേ, വരേണ്ടതൊക്കെ വന്നു. പിന്നെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ടാബ്ലറ്റ് മേടിച്ചു കുടിച്ചു. അടുത്ത് കണ്ട ചായക്കടയിൽ നിർത്തി. അപ്പൊ തന്നെ മണി 11:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ മൊമോസ് ഉണ്ട്, അതും കൂടെ മേടിച്ച് കാറിലിരുന്ന് തന്നെ അങ്ങ് കഴിക്കാന്ന് കരുതി. രണ്ടുപേരെയും അമ്മയുടെ കൂടെ വീട്ടിലേക്ക് ആക്കിയിട്ടാണ് പോരുന്നത്. ചെന്നിട്ട് വേണം പിക്ക് ചെയ്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടുവരാനായിട്ട്. നാളെ സ്കൂളിലും പോകണം. ഫ്രൈഡ് മൊമോസ് ഒരു സെറ്റും സ്റ്റീംഡ് മൊമോസ് ഒരു സെറ്റ്. അപ്പൊ നമുക്കിനി സ്ട്രീറ്റ് ലൈറ്റ് ഡിന്നർ കഴിക്കാം. പുറത്ത് എവിടെങ്കിലും പോയിട്ട് വരുമ്പോൾ കാണുന്ന ഈ തുള്ളിച്ചാട്ടം ഉണ്ടല്ലോ, ചിലപ്പോഴൊക്കെ അത് കാണാൻ വേണ്ടിയിട്ട് മാത്രം എവിടെയെങ്കിലും പോയിട്ട് വന്നാലോ എന്ന് ആലോചിച്ച് പോകാറുണ്ട്. ലോഡിങ്ങുകാരുടെ സഹായത്തോടെ സാധനങ്ങളെല്ലാം വീട്ടിലാക്കി കൂലിയായിട്ട് 2 ടിക്ടാക്കും കൊടുത്തു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.